നടിയുടെ ആരോപണത്തിന് പിന്നാലെ സിദ്ദിഖ് രാജിവെച്ചു. അമ്മ ജനറൽ സെക്രട്ടറി സ്ഥാനമാണ് അദ്ദേഹം ഒഴിഞ്ഞത്. ഇമെയിലിലൂടെ അമ്മ പ്രസിഡന്റ് മോഹൻലാലിന് സിദ്ദിഖ് രാജിക്കത്ത് നൽകുകയായിരുന്നു. സുധീഷ് ഗോപാൽ ചേരുകയാണ് കൊച്ചിയിൽ നിന്ന് ടെലിഫോൺ ലൈനിൽ. സുധീഷ്, ആദ്യ വിക്കറ്റ് വീണിരിക്കുകയാണ് അല്ലെ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിനെ തുടർന്ന്? പ്രദീപുള്ള, അങ്ങനെ തന്നെയാണ്. ഇന്നലെ യുവനടിയുടെ ആരോപണം വന്നതിന് പിന്നാലെയാണ് ഇപ്പോൾ അമ്മയുടെ ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നടൻ സിദ്ദിഖ് രാജിവെച്ചിരിക്കുന്നത്. ഈ വിവരം കാട്ടി പ്രസിഡന്റ് മോഹൻലാലിന് കത്തയക്കുകയായിരുന്നു. അതിൽ പറയുന്നത്, എനിക്കെതിരെ വന്നുകൊണ്ടിരിക്കുന്ന ആരോപണങ്ങൾ താങ്കളുടെ ശ്രദ്ധയിൽപ്പെട്ടിരിക്കുമല്ലോ. ഈ ഒരു സാഹചര്യത്തിൽ അമ്മയുടെ ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്നും ഞാൻ സ്വമേധയാ രാജിവെക്കുന്നതായി താങ്കളെ അറിയിച്ചു കൊള്ളട്ടെ എന്ന് വിശ്വസ്തയോടെ സിദ്ദിഖ് എന്ന ഒരു ചെറിയ മെയിൽ സന്ദേശത്തിലൂടെയാണ് ഇത്തരത്തിൽ രാജിവെച്ചിരിക്കുന്നത്. ഇന്നലെ ഈ ആരോപണം വന്നതിന് തൊട്ട് പിന്നാലെ തന്നെ സിദ്ദിഖ് പലരുമായും ഇത് സംബന്ധിച്ച നിയമോപദേശവും അതോടൊപ്പം തന്നെ അഭിപ്രായവും എല്ലാം തേടിയിരുന്നു. അതിന് പിന്നാലെയാണ് അടിയന്തരമായി തന്നെ രാജിവെക്കാൻ തീരുമാനിച്ചതെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഇതിൽ സിദ്ദിഖിന്റെ ഏതെങ്കിലും തരത്തിലുള്ള പ്രതികരണം നേരിട്ട് ലഭിക്കുമോ എന്നറിയാൻ ശ്രമിച്ചെങ്കിലും അദ്ദേഹം ഒരു സിനിമ ഷൂട്ടിങ്ങിന്റെ ഭാഗമായി ഊട്ടിയിലാണെന്ന ഒരു അറിവാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. എന്ത് തന്നെയായാലും അമ്മയിൽ നിന്നും ആദ്യ വിക്കറ്റ് വീണിരിക്കുന്നു. ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനത്ത് നിന്നും ഇപ്പോൾ രഞ്ജിത്തും രാജിവെച്ചിരിക്കുന്നു. ഈ രണ്ട് വിക്കറ്റുകളാണ് ഇപ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് പിന്നാലെ വന്നിരിക്കുന്നതെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. എന്ത് തന്നെയായാലും അമ്മയിൽ ഇത് ഒരു ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് വന്ന് അധികം താമസിക്കാതെ ഏതാനും മാസങ്ങൾക്കുള്ളിൽ തന്നെ സിദ്ദിഖ് രാജിവെക്കേണ്ട ഒരു സാഹചര്യത്തിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ എത്തി നിൽക്കുന്നത്. വളരെ ഗുരുതരമായ ഒരു ആരോപണം തന്നെയാണ് ഇന്നലെ യുവതി ഉന്നയിച്ചതും. അതിൽ പൊതുവെ അമ്മയുടെ ഭാരവാഹികളിൽ തന്നെ ഇത്തരത്തിൽ സ്ഥാനത്ത് തുടരുന്നത് കൂടുതൽ മോശമാവും, ഈ സംഘടനയുടെ നിലനിൽപ്പിന് തന്നെ പ്രശ്നമാകും എന്ന തരത്തിലുള്ള അഭിപ്രായങ്ങളും വന്നിരുന്നു. അതിന്റെ കൂടി പശ്ചാത്തലത്തിലാണ് രാജി എന്നതാണ് നമുക്ക് പ്രാഥമികമായി അറിയാൻ കഴിയുന്നതും. പ്രദീപുള്ള, റിപ്പോർട്ട് അമ്മ അംഗീകരിക്കുന്നു എന്നാണ് ആദ്യം സിദ്ദിഖ് പറഞ്ഞത്. പക്ഷേ അപ്പോഴും അദ്ദേഹം എടുത്ത നിലപാട് അമ്മയുടെ നിലപാടായി തന്നെ കാര്യങ്ങൾ വ്യക്തമാക്കിയത് പരാതി നേരിട്ട് ലഭിച്ചാൽ മാത്രമേ ഏതെങ്കിലും രീതിയിലുള്ള നടപടി ഉണ്ടാകൂ എന്നാണ്. അതേ തുടർന്നാണ് സിദ്ദിഖിനെതിരെ ലൈംഗിക ആരോപണവുമായി യുവനടി രംഗത്തെത്തുന്നത്. പക്ഷേ അടുത്ത ദിവസം തന്നെ അത് രാജിയിലേക്ക് നയിക്കുന്ന സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത്. ഒരു പക്ഷേ അദ്ദേഹത്തിന് അമ്മ ജനറൽ സെക്രട്ടറി സ്ഥാനം ഒരു ബാധ്യതയാകും ഇനിയും തുടർന്നുള്ള ദിവസങ്ങളിൽ എന്നുള്ള തോന്നലാണോ ഇത്തരത്തിലുള്ളൊരു നീക്കത്തിന് പിന്നിൽ എന്ന് കരുതേണ്ടത്? ടോണി, ഇതിൽ ഒന്ന് രണ്ട് കാര്യമുണ്ട്. ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് പിന്നാലെ സിദ്ദിഖ് നടത്തിയ പ്രതികരണം ഇല്ലെങ്കിൽ സിദ്ദിഖിന്റെ ഭാഗത്തുനിന്ന് അമ്മയുടേതായി വരുന്ന ഒരു സമീപനം, അതിലൊക്കെ തന്നെ ഇതിന്റെ ഭാരവാഹിയായിട്ടുള്ള ജഗദീഷ് അടക്കം അതിൽ നിന്ന് വ്യത്യസ്തമായ അഭിപ്രായങ്ങളുമായി വന്നിരുന്നു. അങ്ങനെ അമ്മയുടെ ഭാരവാഹികളിൽ തന്നെ വ്യത്യസ്തമായ അഭിപ്രായങ്ങളുണ്ട്. ഇന്നലെ നടി ഉർവശി അടക്കം ഇതല്ല അമ്മ സ്വീകരിക്കേണ്ട നിലപാട് എന്ന തരത്തിലുള്ള സമീപനങ്ങൾ സ്വീകരിച്ചിരുന്നു. ഇതിനൊക്കെ പിന്നാലെയാണ് ഇത്തരം ഗുരുതരമായ ഒരു ആരോപണം വരുന്നത്. അതിൽ സംഘടനയിൽ തന്നെ ഒരു പിന്തുണ ലഭിക്കില്ല എന്ന ഒരു പശ്ചാത്തലം കൂടെ വന്നതോടെയാണ് ഇത്തരത്തിലൊരു രാജിയിലേക്ക് പോയതെന്ന് വേണം നമുക്ക് വിലയിരുത്താൻ. രോഹിണി, അതെ, അമ്മ ജനറൽ സെക്രട്ടറി സ്ഥാനം സിദ്ദിഖ് രാജിവെച്ചിരിക്കുകയാണ്. ഏറെ വിവാദങ്ങൾക്കൊടുവിലാണ് സെക്രട്ടറി സ്ഥാനം രാജിവെച്ചിരിക്കുന്നത്. അമ്മയ്ക്കുള്ളിൽ തന്നെ ഭിന്നസ്വരങ്ങൾ ഉയർന്നു എന്നുള്ളതും വാസ്തവം തന്നെ. സിദ്ദിഖ് മാധ്യമങ്ങളെ കണ്ടതിന് പിന്നാലെ തന്നെ ജഗദീഷ് നിലപാട് വ്യക്തമാക്കിയിരുന്നു. തുടർന്നും പല വിരുദ്ധ അഭിപ്രായങ്ങളും വന്നിരുന്നു.